ഗൈസ് ഇന്ന് വെറൈറ്റിക്ക് ഒരു ഓതന്റിക് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ. ഞാൻ UK വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 3 years ആവാൻ പോവാം. ലൈക്ക് ഇതുവരെ ഞാൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. ടേസ്റ്റ് ഷോക്കാണ് സത്യം പറഞ്ഞാൽ. ടേസ്റ്റ് എന്ന് വെച്ചാൽ പക്ക ഷോക്കാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച സംഭവം ഓൾമോസ്റ്റ് എത്രയായി 10 കൊണ്ടോ 15 കൊണ്ടോ അത്രയും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഊബർ ഒരു 10 മിനിറ്റ് കൊണ്ട് വരും, 10-15 മിനിറ്റ് കൊണ്ട് വരും. അപ്പോൾ ഞാൻ പല്ല് തേച്ച് റെഡി ആവട്ടെ. ഓക്കെ അല്ലേ? ഞാൻ കാണിച്ചു തരാം പിന്നെ സംഭവം. ഗൈസ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല എന്നാ സംഭവം, പക്ഷെ കോമഡി ആയിരിക്കും. എന്നാലും നോക്കാം. നമ്മളിപ്പോൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. ഇനി അവർ വരാൻ ഒരു 10 മിനിറ്റ്സ് എടുക്കും, ലൈക്ക് 10-8 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഊബറാണ്. അപ്പോൾ അറിയില്ല എന്താവുന്നു, ട്രൈ നോക്കാം. എൻ്റെ 15 കൊണ്ടുപോയേ. ഓക്കെ, ഞാൻ ഇതിന് ഇടയ്ക്ക് കട്ട് ചെയ്യാതെ ലൈവായി നമുക്ക് ചുമ്മാ ഇട്ടാലോ. എന്തിനു ചുമ്മാ, മനസ്സിലായോ? ഈ കട്ടിങ്ങും കോപ്പിങ്ങും ഒന്നും എഡിറ്റിംഗ് ഒന്നും വേണ്ട. നമുക്ക് റിയൽ ലൈഫ് വേണേ, മനസ്സിലായോ? വീഡിയോ എടുക്കണോ അപ്ലോഡ് ചെയ്യണോ, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. ഗൈസ് ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പണ്ട് തൊട്ടേ ഉള്ള യൂട്യൂബറാണ്. യൂട്യൂബർ എന്ന് വെച്ചാൽ അന്നൊക്കെ ഞാൻ യൂട്യൂബ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്തെന്നറിയോ? ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയം എന്ന് വെച്ചാൽ എനിക്ക് 12 വയസ്സായിരുന്നു. പക്ഷേ ലൈക്ക് 6 വർഷം മുമ്പ്, 6-7 വർഷം മുമ്പാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അന്നൊക്കെ ആണെങ്കിൽ യൂട്യൂബിൽ ആണെങ്കിൽ സുജിത് ഭട്ടനുണ്ട്, ഹാരി സംവിധാനി ഉണ്ട്, ഹാരിസിക്കുണ്ട്, M4ടെക് ഉണ്ട്, അൺബോക്സിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ കുറച്ച് കരിക്കുണ്ട്. കരിക്കത് കഴിഞ്ഞിട്ടാണ്, കരിക്കത് കഴിഞ്ഞിട്ട് വന്നേ. അപ്പോൾ അങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സ് ആൾക്കാരുള്ളൂ. അപ്പോൾ പിന്നെ പഠിത്തമൊക്കെ കാരണം വീട്ടിൽ ചെയ്യുന്ന ഇതൊക്കെ അറിയാമല്ലോ എൻ്റെ യൂസ്ഫുള്ള്. ആരോ നമ്മുടെ ഇത് ഇങ്ങനെ വെച്ചേക്കുക. നമുക്കിത് പുറത്ത് വെക്കാം. എടുത്തു കഴിഞ്ഞു. ഒരു വേസ്റ്റ് എടുത്ത് കഴിഞ്ഞു. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. വേസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഉള്ളിൽ കയറ്റി വയ്ക്കണോ അല്ലെങ്കിൽ ആർക്കറിയാം. നമ്മൾ ഇതൊക്കെ നോക്കണേ. പോസ്റ്റ് കാർഡ് നോക്കാം. ഇതുവരൊന്നും വന്നിട്ടില്ല. ഗസിലായിട്ട് ഞങ്ങളുടെ വീട് അടിയിൽ 2 ആൾക്കാർ താമസിക്കും, മേലിൽ വേറെ 2 ആൾക്കാർ. ലെറ്ററൊന്നും വന്നിട്ടില്ല. എന്തായാലും ഞാൻ കട്ട് ചെയ്യാം. പുള്ളി വരാൻ സമയം എടുക്കും. ചുമ്മാ എനിക്ക് 10 മിനിറ്റ് സംസാരിച്ചാൽ പറ്റൂലല്ലോ ഗൈസ്. കട്ട് ചെയ്ത് പിന്നെ പറയാം. ഗൈസ് സംഭവം വന്നിരിക്കുകയാണ്. പാർസൽ ഓതന്റിക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, ഷോക്കായിരിക്കുമെന്ന് വെച്ചാൽ എനിക്ക് അറിയിട്ടോ. ഷോക്കായിരുന്ന കുഴപ്പമൊന്നുമില്ല. എന്തോ ഒരു ടേസ്റ്റ്. അയ്യോ, come on guys, let's eat this English breakfast. ഇതും ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കട്ടെ. സോറി, ഫുഡ് കഴിക്കാൻ പറ്റാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ വെച്ച് സീനാവും. വെച്ചു ക്യാമറ ഞാൻ കാണിക്കത്. ലൈക്ക് എന്തൊക്കെയല്ലേന്ന് ചോദിച്ചാൽ സംഭവം ഞാൻ ഒന്ന് എടുത്ത് വെക്കത്തരോ. ഈ സംഭവം ഒന്ന് എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ് ലൈക്ക് നമുക്കൊരു വേറെ സംഭവം കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ കഴിക്കാം. ഇതിലാണെങ്കിൽ ഇതൊക്കെ ബോക്സ്. നമുക്ക് 2 ബ്രെഡുണ്ട് ബോക്സിൽ. മുട്ട 4 മുട്ട. അയ്യോ, ഹാഷ് ബ്രൗൺ ഉണ്ട്. ഇത് ഹാഷ് ബ്രൗൺ 4 എണ്ണം. അയ്യോ, ബേക്കൺ ആട്ടോ, 4 ബേക്കൺ. ഓ ഫക്ക്, അയ്യോ എന്തോ സോസേജ്. അയ്യോ നല്ല ചൂട്. നമുക്ക് ബേക്കൺ കൂടി എടുത്ത് വയ്ക്കാം. എത്ര ഐറ്റംസ് ആണ്. ഇതും കുറച്ച് നമുക്ക് വാരിയിടാം. നമുക്ക് കുറച്ച് വാരി ഇങ്ങനെ ഇടാം. ഇത്ര ഐറ്റംസ് ഉണ്ട് ഗൈസ്. ഇത്ര ഐറ്റംസ് നമ്മൾ കഴിക്കാൻ എന്താല്ലേ. അയ്യോ, നമുക്കിവിടെ വയ്ക്കാം.
പ്ലേറ്റിലേക്ക് വയ്ക്കാം. പ്ലേറ്റിൽ നമ്മുടെ ടേബിളിലേക്ക് വയ്ക്കാം. അയ്യോ, ഞാൻ കഴിക്കാം. ഗൈസ്, സംഭവം വന്നിട്ടുണ്ട്. ഇതാണ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ, ഇത് ഹാഷ് ബ്രൗൺ ആട്ടോ. കുഴപ്പമില്ല, എന്തോ സമയത്ത് പേരറിയില്ല, കുഴപ്പമില്ല. അറിയാലോ, സോസേജ്. മുട്ട അറിയാലോ, മുട്ട. സത്യം പറഞ്ഞാൽ ഇത് 4 പേർക്ക് കഴിക്കാനുള്ള സംഭവം. പക്ഷേ ഹാഷ് ബ്രൗൺ കഴിക്കുമ്പോൾ ഇല്ലേ, ഈ ഉള്ളിവട ഇല്ലേ, ഉള്ളിവട പോലെ ഇരിക്കും. അതായത് ഉള്ളി വെച്ചുണ്ടാക്കിയ വട പോലെ ഇരിക്കണം സംഭവം. അങ്ങനെ കഴിക്കൂലേ, അതേ സെയിം ടേസ്റ്റാണ് ഹാഷ് ബ്രൗൺ. ടേസ്റ്റ് ഉണ്ടോ? അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടോ? അതിന് ബേക്കൻ പോർക്കാണോ? സൂപ്പർ അത്. പിന്നെ നമ്മുടെ നാട്ടിലെ ദോശയുടെ അത്രയും വരുമോ? ദോശയുടെ അത്രയും വരുമോ സാറേ? ഇല്ല. സൂപ്പർ ആയിരുന്നു. കഴിച്ചു തീർന്നില്ലല്ലോ. കഴിച്ചു വെച്ചില്ലേ, തീർന്നില്ല. ബേക്കൻ ഉപ്പാണ്, ഉപ്പ്. ഓംപ്ലേറ്റ് അല്ല, അസൂഷൻ സെയിം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഗൈസ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് സോഗ, ബ്രെഡ്, ഹാഷ് ബ്രൗൺ, സോസേജ്, മുട്ട ഒക്കെ നൈസാണ്. ബേക്കൻ ആണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടുതൽ, അത്ര വരും. അങ്ങനെയല്ലേ കഴിച്ചിട്ടേ വേണം. ഓക്കെ ഗൈസ്, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. എനിക്ക് കഴിക്കാൻ പറ്റില്ല, കുറേ ഉണ്ട് ഗൈസ്, കുറേ സംഭവമുണ്ട്. പറ്റില്ല. സിംഗിൾ തുപ്പാൻ പാടില്ല, പക്ഷെ ഇത് കുഴപ്പമില്ല. ഞാൻ ഇതിപ്പം കിട്ടിയ കറി ഇത് കൊണ്ട് കളയണം. അല്ലെങ്കിൽ കളഞ്ഞില്ലെങ്കിൽ വീട്ടിൽ കണ്ട സീനാവും, വീട്ടുകാർ കണ്ട സീനാവും. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ കളയാൻ പോയി. ഇത് പറ്റൂല, സീരിയസ് ആയിട്ട് പോയാ വീട്ടിൽ കണ്ട എനിക്ക് പേടിയാവോ. അയ്യോ, ഞാൻ വയ്ക്കുന്നു. ബാക്കി കൂടെയാണ്, കൂടുതലേക്ക് ഇട്ട് നമ്മൾ പുറത്തേക്ക് കളയണം. അപ്പോൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് നോക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കുന്നു. വലിയ സംഭവം ടേസ്റ്റി നമ്മൾ ദോശ തന്നെ വരില്ല, ദോശ അല്ലെങ്കിൽ ചനാപ്പട്ടൂര ഒന്നും വരില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇതല്ലേ പറ്റൂ, ഓപ്ഷൻ വേറെ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഓരോ റിവ്യൂ പറയാം. ഞാനൊന്ന് പോയി പാക്ക് ചെയ്യട്ടെ. അടുത്ത് ലോക്കൽ ഒരു കടയിൽ പോയി, കടയിലല്ല സോറി, കളയാൻ പോകും, ഡിസ്പോസ് ചെയ്യാൻ പോകും. ഇങ്ങനെ ഇപ്പം ചെയ്യണം. അപ്പോൾ ഇതിന് ഇവിടെ ഇടൂന്ന് ചോദിച്ചാൽ കണ്ണൂരാ. ഇവിടെ ഇട്ടോ, ഇവിടെ ഇടാം, ഇവിടെ ഇട്ടാ സീനില്ലെന്ന് പറയാം. ഇവിടെ ഇടാം.
ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സോറി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറ. എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ബ്രെഡ് ആസ് യൂഷ്വൽ സെയിം പ്രോസസ് സംഭവം. ബ്രെഡ് പിന്നെ സോസേജ് ഉണ്ട്, 4 സോസേജ്, 4 ബ്രെഡ്, 4 എഗ്ഗ് ഓംപ്ലെറ്റ്, പിന്നെ 4 ഹാഷ് ബ്രൗൺ, 4 ബേക്കൺ. ഇത്ര കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ സൂപ്പർ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ സാധാരണ കടയിൽ നിന്നിപ്പോൾ ഇങ്ങനെ കഴിക്കാറില്ല, കാരണം ഒന്നാമത് അവിടെ പോകുമ്പോൾ നല്ല പൈസയും പിന്നെ ജസ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് കഴിച്ചേ. ഓക്കെ ഗൈസ്, ശരി എന്നാൽ വേറെ ഒന്നുമില്ല. ഓക്കെ ബൈ.